KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ദഅ്വാ സമ്മേളനം നാളെ. മദീനത്തുന്നൂർ ഒരുങ്ങി. ഹബീബ് അലി ജിഫ്രി മുൽത്തഖയുടെ മുഖ്യാതിഥി. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. നിര്യാണത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുശോചിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരള സർക്കാരിന്റെ അബ്കാരി നയത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. പത്താൻകോട്ട് ഭീകരാക്രമണം, പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് AK ആന്റണി. ബാർക്കോഴക്കേസ്, മന്ത്രി ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ഡിസംബറിൽ തുടങ്ങുമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. KCF ദുബായ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഷ്ക് റസൂൽ മീലാദ് കോൺഫറൻസ് നാളെ. മഹ്മൂദ് മുസ്ലിയാർ മുഖ്യാതിഥി. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ഡൽഹിയിലെ എയിംസിലായിരുന്നു അന്ത്യം. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പനി ബാധിച്ചതിനെ തുടർന്ന് 2 ആഴ്ച മുമ്പാണ് എയിംസിൽ പ്രവേശിപ്പിച്ചത്. നില വഷളായതിനെ തുടർന്ന് ഇന്നലെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം 1987-ൽ രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അംഗമായിരിക്കെയാണ് പാർട്ടി വിട്ടത്. 1989-ൽ VP സിംഗ് മന്ത്രിസഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിച്ചു. ഇന്ത്യയുടെ ആദ്യ മുസ്ലിം ആഭ്യന്തരമന്ത്രിയായിരുന്നു അദ്ദേഹം. വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെത്തിയെങ്കിലും 1999-ൽ PDP രൂപീകരിച്ചു. 2 തവണ കാശ്മീർ മുഖ്യമന്ത്രിയായ മുഫ്തി 2002 നവംബർ മുതൽ 2005 നവംബർ വരെ കോൺഗ്രസ് പിന്തുണയോടെയാണ് ആദ്യം മുഖ്യമന്ത്രിയായത്. കഴിഞ്ഞ മാർച്ച് 1 മുതലാണ് BJPക്കൊപ്പം സഖ്യമുണ്ടാക്കി അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ മകൾ മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീരിന്റെ പുതിയ മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് റിപ്പോർട്ട്. കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നിര്യാണത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുശോചിച്ചു. വിട പറഞ്ഞ കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരളവുമായി കൈകോർത്ത ഭരണാധികാരിയായിരുന്നു. കേരളവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു അദ്ദേഹം. മർക്കസിന്റെ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നിലവാരം തിരിച്ചറിഞ്ഞ അദ്ദേഹം കാശ്മീരിൽ നിന്ന് അനാഥരായ കുട്ടികളെ പഠനത്തിനായി മർക്കസിലേക്ക് പറഞ്ഞയച്ചു. നിലവിൽ മർക്കസിലെ കാശ്മീർ ഹോമിൽ 200-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പഠനം പൂർത്തീകരിച്ച് കാശ്മീരിലേക്ക് മടങ്ങിയ നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർ നിലവാരമുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അവിടെ സജീവമാണ്. 2004-ൽ മുഫ്തി മുഹമ്മദ് സയ്യിദ് മർക്കസ് സന്ദർശിച്ചു. കേരളത്തിന്റെ വിദ്യാഭ്യാസ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തന്റെ സംസ്ഥാനമായ കാശ്മീരിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച ജനകീയനായിരുന്നു അദ്ദേഹമെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ വീണ്ടും കേന്ദ്ര സർക്കാരിന് കത്തയക്കും. TPയുടെ ഭാര്യ KK രമയുടെ ആവശ്യത്തെ പിന്തുണയ്ക്കാൻ സർക്കാരിന് മടിയില്ലെന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് KK രമ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തെ സമീപിച്ചിരുന്നു. അന്വേഷണം സാധ്യമല്ലെന്ന CBI നിലപാട് പുനഃപരിശോധിക്കണമെന്നാണ് രമയുടെ ആവശ്യം. കേന്ദ്ര സർക്കാരിന് രമ കത്തയച്ച സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പത്താൻകോട്ടിലെ ഭീകരാക്രമണത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് മുൻ പ്രതിരോധ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. മുൻകൂട്ടി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടും ആക്രമണം തടയാനായില്ല. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഒഴിഞ്ഞുമാറാനാകില്ല. എന്താണ് സംഭവിച്ചതെന്ന് പ്രധാനമന്ത്രി രാജ്യത്തോട് പറയാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അരുവിക്കര ഉപതിരഞ്ഞെടുപ്പിലെ വിജയത്തോടെ UDFിലെ ചിലർക്ക് തലക്കനമുണ്ടായി. അമിത ആത്മവിശ്വാസത്തോടെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതിന്റെ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പിൽ നേരിട്ടത്. അമിതമായി അഹങ്കരിച്ച നാശമുണ്ടാകുമെന്ന കാര്യം ഓർത്തിരിക്കണം. ഇപ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. സോണിയാഗാന്ധി വന്നതോടെ സ്ഥിതിഗതികൾ മാറിവന്നതായും ആന്റണി പറഞ്ഞു.
ബാർ കോഴക്കേസിൽ മന്ത്രി ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. വിജിലൻസ് എസ്.പി. നിശാന്തിനിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. ജനുവരി 23-ന് അന്വേഷണ സംഘം തൃശൂർ വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തൃശൂർ വിജിലൻസ് കോടതിയുടെ ഉത്തരവിലാണ് നടപടി. നാളെ മുതലായിരിക്കും പരാതിക്കാരിൽ നിന്ന് തെളിവെടുപ്പ് നടത്തുക. കെ. ബാബു, ബിജു രമേശ് എന്നിവരെ പ്രതികളാക്കി നൽകിയ ഹർജിയിലാണ് കോടതി ക്വിക്ക് വെരിഫിക്കേഷൻ ഉത്തരവിട്ടത്. ബാബുവിന് 50 ലക്ഷം രൂപ കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. ഭൂമി കയ്യേറിയെന്ന പരാതിയിൽ ഡിജിപി ജേക്കബ് തോമസിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്താൻ ലോകായുക്ത ഉത്തരവ്. ജേക്കബ് തോമസും ഭാര്യയും കർണാടകയിൽ ഭൂമി കയ്യേറിയെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവനന്തപുരം ഡിസിസി ജനറൽ സെക്രട്ടറി ബെർബി ഫെർണാണ്ടസിന്റെ പരാതിയിലാണ് ലോകായുക്ത ഉത്തരവ്. കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് രഹസ്യ പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് നൽകണമെന്നും ലോകായുക്ത ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജിലൻസിന്റെ രേഖകളും മൊഴികളും ലോകായുക്ത പരിശോധിക്കും. കർണാടകയിലെ കൂർഗ് ജില്ലയിൽ ഭാര്യ ഡെയ്സി ജേക്കബുമായി ചേർന്ന് റിസർവ് വനം ഉൾപ്പെടുന്ന 151 ഏക്കർ ഭൂമി ജേക്കബ് തോമസ് വാങ്ങിയെന്നാണ് പ്രധാന ആരോപണം. അവധിയിലായിരിക്കെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തതായും ആരോപിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ അബ്കാരി നയത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. കള്ളിലെ ആൽക്കഹോളിന്റെ പരിധി 8.1% നിശ്ചയിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അബ്കാരി നയം പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി വിശദമായ വാദം കേൾക്കാനായി കേസ് ഈ മാസം 20-ലേക്ക് മാറ്റി. അബ്കാരി നയത്തിലെ വ്യവസ്ഥകൾ ചോദ്യം ചെയ്ത് ഒരു ഷാപ്പുടമ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ അഭിപ്രായ പ്രകടനം. 2009-ൽ കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഒരു വിദഗ്ധ സമിതിയെ വിഷയം പഠിക്കാനായി ചുമതലപ്പെടുത്തിയിരുന്നു. കള്ളിൽ ആൽക്കഹോളിന്റെ പരിധി 9.5% വരെയാകാം എന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം. എന്നാൽ അബ്കാരി നയത്തിലെ 8.1% എന്ന നിലപാടിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായില്ല. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ഡിസംബറിൽ തുടങ്ങുമെന്ന് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. വിശദമായ റിപ്പോർട്ടിലേക്ക്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ധാരണയിലെത്താൻ കഴിഞ്ഞാൽ സരയൂ നദിയുടെ ഇരുകരകളിലുമായി ക്ഷേത്രവും പള്ളിയും നിർമ്മിക്കാൻ കഴിയുമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി അഭിപ്രായപ്പെട്ടു. രാമക്ഷേത്ര നിർമ്മാണത്തിന് സുപ്രീം കോടതിയുടെ സ്റ്റേ നിലവിൽ ഉള്ളപ്പോഴാണ് സ്വാമിയുടെ വിവാദ പ്രസ്താവന. Supreme Court in 1994 was that if it is shown that there was a temple existing before before it was demolished and a masjid built, then they would hand over that land to the Hindus. This is a commitment of the Narasimha Rao government by way of an affidavit to the constitutional bench of the Supreme Court. So furthermore, we now know that the masjid's status is such that if it is done by mutual accommodation, the government can shift it to another place. So now there is no masjid, but still we should help the Muslim community to build a masjid. സെപ്റ്റംബറിനുള്ളിൽ രാമക്ഷേത്രത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് നേടുമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി അവകാശപ്പെട്ടു. ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതി ജനുവരി 9-ന് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കോടതി വിധിക്കു ശേഷം മാത്രമേ ക്ഷേത്ര നിർമ്മാണം തുടങ്ങൂ എന്നും അതിനായി ജനകീയ മുന്നേറ്റം ഉണ്ടാവില്ല എന്നും സ്വാമി പറഞ്ഞു. 2017-ലെ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ഇതിന് ബന്ധമില്ല. രാമനെ തെരഞ്ഞെടുപ്പുമായി ബന്ധിക്കേണ്ട കാര്യമില്ലെന്നും രാമക്ഷേത്രം നിർമ്മിക്കാൻ ഓരോ ഹിന്ദുവും പ്രതിജ്ഞാബദ്ധരാണെന്നും സ്വാമി അഭിപ്രായപ്പെട്ടു. ഡൽഹി സർവകലാശാലയിൽ ശ്രീരാം ജന്മഭൂമി ടെമ്പിൾ ദി എമർജിംഗ് സിനാരിയോ എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ ചർച്ചയിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും സ്വാമി പറഞ്ഞു. 300ഓളം പണ്ഡിതരും നിയമവിദഗ്ധരും ആർക്കിയോളജിസ്റ്റുകളും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി വ്യക്തമാക്കി. ക്ഷേത്ര നിർമ്മാണം എന്ന പേരിൽ വിഎച്ച്പി അയോധ്യയിൽ കല്ലുകൾ ഇറക്കിയത് കഴിഞ്ഞ ആഴ്ചയാണ്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. പശുവിനെ കശാപ്പ് ചെയ്തുവെന്നാരോപിച്ച് മുസഫർ നഗറിലെ ഷാംലിയിൽ മുസ്ലിം യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബജ്റംഗ് ദൾ പ്രവർത്തകനെ വിട്ടയക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലാണ് വിവേക് പ്രേമി എന്ന ബജ്റംഗ് ദൾ പ്രവർത്തകന് മോചനമൊരുക്കുന്നത്. അക്രമത്തിന്റെ ക്രൂര സ്വഭാവം കണക്കിലെടുത്ത് ദേശീയ സുരക്ഷാ നിയമമനുസരിച്ചാണ് പ്രേമിയെ അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ നിയമമനുസരിച്ചുള്ള വകുപ്പുകൾ റദ്ദാക്കിക്കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ. എത്രയും വേഗം ഇക്കാര്യം പരിഗണിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പ്രകാരം മറ്റു കേസുകളൊന്നുമില്ലെങ്കിൽ പ്രേമിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം. കഴിഞ്ഞ ജൂണിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്.
പശുവിനെ അറുത്തുവെന്നാരോപിച്ചാണ് റിയാസ് എന്ന യുവാവിനെ നാട്ടുകാർ നോക്കി നിൽക്കെ പ്രേമിയുടെ നേതൃത്വത്തിലുള്ള ബജരംഗ് പ്രവർത്തകർ ക്രൂരമായി മർദ്ദിക്കുന്നത്. സംഭവം വിവാദമായിരുന്നു. തുടർന്ന് അറസ്റ്റിലായ ഇയാൾക്കെതിരെ ഷാംലി ജില്ലാ ഭരണം ദേശീയ സുരക്ഷാ നിയമമനുസരിച്ചുള്ള കടുത്ത വകുപ്പുകൾ ചേർത്തിരുന്നു. ഇത് UP സർക്കാർ അംഗീകരിക്കുകയും ചെയ്തു. തുടർന്നാണ് വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് പ്രേം ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കുന്നത്. തുടർന്നാണ് കേസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദു ചെയ്യുന്നതും വിട്ടയക്കാൻ ആവശ്യപ്പെടുന്നതും. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ KCF ദുബായ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഷ്ക് റസൂൽ മീലാദ് കോൺഫറൻസ് നാളെ നടക്കും. വൈകിട്ട് 6 മണിക്ക് റിഗ മെട്രോ സ്റ്റേഷന് സമീപം ഫ്ലോറ ഗ്രൌണ്ട് ഹോട്ടൽ അൽ റിഗ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. കർണാടക SSFന്റെ മുഖപത്രമായ ഇഷാറ ദ്വൈവാരികയുടെ ഗൾഫ് എഡിഷൻ ഗൾഫ് ഇഷാറയുടെ പ്രകാശന കർമ്മവും സമ്മേളനത്തിൽ നടക്കും. കുടക് ജില്ലാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി മഹമ്മൂദ് മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കും. കർണാടക വഖഫ് ബോർഡ് ചെയർമാൻ മുഹമ്മദ് യൂസുഫ്, SSF കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ഷാഫി സൈദി ബാംഗ്ലൂരു, ഇന്ത്യൻ കോൺസുൽ ജനറൽ അനുരാഗ് ഭൂഷൺ, KCF UAE പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് സഅദി, INC സെക്രട്ടറി ഹാജി ഷേഖ് ബാവ മംഗലാപുരം, ഷെരീഫ് കാരശ്ശേരി, അബ്ദുൽ അസീസ് സഖാഫി മമ്പാട്, KM അബ്ബാസ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ സംബന്ധിക്കും. തുടർന്ന് നടക്കുന്ന നയത്ത ഷെരീഫിനും ഖസീദത്തുൽ ബുർദ, ഇഷൽ നൈറ്റ് എന്നിവയ്ക്കും സലീം ഖാദിരി ഉജിരെ, മുഹമ്മദ് ആഷിഖ് കാജൂർ എന്നിവർ നേതൃത്വം നൽകും. തത്സമയം കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. ICF കുവൈത്ത് കുർത്തുബ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ദിക്ർ സ്വലാത്ത് മജ്ലിസും ഹുബ്ബു റസൂൽ പ്രഭാഷണവും നാളെ നടക്കും. വൈകിട്ട് 5 മണിക്ക് കുവൈത്ത് സിറ്റിയിലെ പാരഗൺ ഹോട്ടലിലാണ് പരിപാടി. പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ ICF കുവൈത്ത് നാഷണൽ സെക്രട്ടറി അലവി സഖാഫി തെഞ്ചേരി ഹുബ്ബു റസൂൽ പ്രഭാഷണം നടത്തും. 47 പേരെ തൂക്കിലേറ്റിയ സൌദി അറേബ്യക്ക് IS ഭീഷണി. സൌദിയിലെ ജയിലുകൾ മുഴുവൻ തകർക്കുമെന്നാണ് ISന്റെ ഭീഷണി. കഴിഞ്ഞ ദിവസം ഓൺലൈനായി പോസ്റ്റ് ചെയ്ത ഒരു ലേഖനത്തിലാണ് IS ഭീഷണി. സൌദിയിലെ അൽ ഹയർ, ത്വാരിഫ ജയിലുകളിൽ നിരവധി അൽ-ഖയ്ദ IS തടവ് പുള്ളികളുണ്ട്. ഇവരെ മോചിപ്പിക്കാൻ IS നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി ജയിലുകൾ തകർത്ത് തടവ് പുള്ളികളെ രക്ഷപ്പെടുത്തുമെന്നാണ് ISന്റെ ഭീഷണി. അൽ-ഖയ്ദ തടവുകാരും സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തിയവരുമായ 47 പേരെയാണ് സൌദി ദിവസങ്ങൾക്ക് മുമ്പ് തൂക്കിലേറ്റിയത്. അൽ-ഖയ്ദയും ISും 2 ചേരികളിലാണെങ്കിലും സൌദിക്കെതിരെ ഇവർ ഒരേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മർക്കസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിലേക്ക്. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത് മർക്കസ് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മൗലിദ് സംഘങ്ങൾ, ആത്മീയ നേതൃത്വങ്ങളുടെ പ്രാർത്ഥനകൾ, വ്യത്യസ്ത ഭാഷകളിലുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ. അഖിലേന്ത്യ സുന്നി ജമിഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം. ആഗോള മുസ്ലിം പണ്ഡിതരുടെ മീലാദ് ആഘോഷ അനുഭവങ്ങൾ. അതെ, തീർത്തും വ്യത്യസ്തമായ അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് മർക്കസ് സംഘടിപ്പിക്കുന്നു. ജനുവരി 10 കോഴിക്കോട് കടപ്പുറത്ത്. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി ജനുവരി 8, 9 തീയതികളിലായി ഓരൂർ മദീനത്തുൽ നൂർ കോളേജിൽ അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനം മുൽത്തഖ 2016 നടക്കുകയാണ്. അക്കാദമിക സമ്മേളനം, സ്കോളേഴ്സ് കോൺക്ലേവ്, റെസ്റ്റാൻഡിവോ, സ്റ്റുഡൻസ് കൊളാരിയോ, യൂത്ത് എൻസംബിൾ തുടങ്ങിയ പരിപാടികളാണ് ഇതിനോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരെയും അന്താരാഷ്ട്ര പ്രബോധന സമ്മേളനത്തിലേക്ക് കൂടെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ.
ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി അന്താരാഷ്ട്ര തലത്തിൽ പ്രബോധനത്തിന്റെ അനന്ത സാധ്യതകൾ ചർച്ച ചെയ്യുന്ന രാജ്യാന്തര ദഅ്വാ സംഗമത്തിന് പൂനൂർ മർക്കസ് ഗാർഡനിൽ നാളെ തുടക്കമാകും. ലോകരാജ്യങ്ങളിൽ ദഅ്വാ പ്രവർത്തന മേഖലയിൽ പരിചിതരായ നേതാക്കൾ സംബന്ധിക്കുന്ന ചരിത്ര സംഗമത്തിന് പൂനൂരിന്റെ മണ്ണും മനസ്സും ഒരുങ്ങി. പരിസ്ഥിതി സൌഹൃദ സന്ദേശം മോദി ഫ്ലക്സ് ബോർഡിന്റെയോ പോസ്റ്ററുകളുടെയോ പൊലിമയില്ലാതെ നടക്കുന്ന സമ്മേളനത്തിലേക്ക് വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ എത്തിത്തുടങ്ങി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം നാളെ ഉച്ചയ്ക്ക് 2-ന് സമസ്ത കേന്ദ്ര മുശാവറ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഉദ്ഘാടന സെഷനോടെ ആരംഭിക്കും. അബുദാബി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ത്വാബ ഫൗണ്ടേഷൻ സ്ഥാപകനും ആഗോള പണ്ഡിതനുമായ ഹബീബ് അലി ജിഫിരി മുഖ്യാതിഥിയായിരിക്കും. അഹമ്മദ് സയദ് അൽ അസ്ഹർ ബ്രിട്ടൻ, ഔൻ മൊയ്ൻ അൽ ഖദൂമി ജോർദാൻ, ഷേഖ് അഹമ്മദ് ഇബ്രാഹിം സൊമാലിയ, ജമാൽ കലൂദി അമ്മാൻ, അഹമ്മദ് മുഹമ്മദ് ഹസൻ യമൻ, ഷേഖ് ഷൌക്ക തുർക്കി, മൌലാന ഗുലാം റസൂൽ ഡൽഹി, മുഫ്തി അസ്ലം ബാംഗ്ലൂരു തുടങ്ങിയ അന്താരാഷ്ട്ര പണ്ഡിതരും സംബന്ധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള പ്രഗത്ഭ പണ്ഡിതന്മാരുടെ വിഷയാവതരണങ്ങൾക്ക് പുറമെ യമൻ, സുഡാൻ, അമേരിക്ക, ബ്രിട്ടൻ, തുർക്കി, കാനഡ, ഓസ്ട്രേലിയ, ഫിജി, ഹോങ്കോങ്, ജോർദാൻ, ലിബിയ, സൊമാലിയ, ലെബനാൻ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പണ്ഡിതരും സംബന്ധിക്കും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത 1000 യുവ പണ്ഡിതന്മാരും പ്രൊഫഷണലുകളുമാണ് പരിപാടിയിൽ സ്ഥിരാംഗങ്ങളായി സംബന്ധിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും അപൂർവ സംഗമത്തിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഹബീബ് അലി ജിഫ്രി തുടങ്ങിയവർ സംബന്ധിക്കും. ഈ സെഷൻ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാൻ സൌകര്യപ്രദമായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, സി മുഹമ്മദ് ഫൈസി, ചെറുശോല അബ്ദുൽ ജലീൽ സഖാഫി, ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, മാളിയേക്കൽ സുലൈമാൻ സഖാഫി തുടങ്ങിയ പണ്ഡിതരും സംഘടനാ നേതാക്കളും വിവിധ പഠന സെഷനുകൾക്ക് നേതൃത്വം നൽകും. സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സ്നേഹസംഗമം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരിയുടെ അധ്യക്ഷതയിൽ അപ്പോളോ മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. PK അബ്ദുൽ നാസർ സഖാഫി, അബൂ സ്വാലിഹ് സഖാഫി, മുഹമ്മദ് അലി കിനാലൂർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര മീലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജ് സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 10-ന് ഈങ്ങാപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം രാവിലെ 8 മുതൽ നടക്കുന്ന ക്യാമ്പിൽ വിവിധ മെഡിക്കൽ വിഭാഗങ്ങളിലായി ഡോക്ടർ ഹാറൂൺ റഷീദ് മൻസൂരി, ഡോക്ടർ ഇംദാദുള്ള ഖാൻ, ഡോക്ടർ മുജീബ്, ഡോക്ടർ OKM അബ്ദുറഹ്മാൻ, ഡോക്ടർ ഹാഫിൽ UK ഷെരീഫ്, ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവരുടെ നേതൃത്വത്തിൽ കേരളത്തിന് പുറത്തുനിന്നുള്ള വിദഗ്ധരായ ഡോക്ടർമാരും പങ്കെടുക്കും. 2000 രോഗികൾക്ക് മരുന്നുകൾ സൌജന്യമായി നൽകും. ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സകളിൽ ഇളവുകൾ വരുത്തുമെന്നും സംഘാടക സമിതി ഭാരവാഹികളായ TT അബ്ദുൽ ഗഫൂർ ലത്തീഫി, സാബിത്ത് സഖാഫി, ബദറുദ്ദീൻ ഹാജി അറിയിച്ചു. രജിസ്റ്റർ ചെയ്യാൻ 049522320000 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലപ്പുറം മഅദിൻ അക്കാദമിക്ക് കീഴിൽ ഇന്ന് സ്വലാത്ത് നഗറിൽ റബീഅ് ആത്മീയ സംഗമവും സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് ദാന ചടങ്ങും നടക്കുന്നു. വൈകുന്നേരം 4-ന് ആരംഭിച്ച പരിപാടിയിൽ ലൈറ്റ് ഓഫ് മദീനക്ക് മലേഷ്യൻ പ്രകീർത്തന സംഘം നേതൃത്വം നൽകി. മഗ്രിബ് നിസ്കാരാനന്തരം സ്വലാത്ത് ആത്മീയ സംഗമം ആരംഭിക്കും. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി അറബി ഭാഷാ രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയവർക്ക് മഅദിൻ അക്കാദമിക്ക് കീഴിൽ നൽകിവരുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് സമസ്ത ട്രഷറർ ചിത്താരി ഹംസ മുസ്ലിയാർക്ക്, സമസ്ത ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖ് തങ്ങൾ, മഅദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി എന്നിവർ ചേർന്ന് നൽകും. പരിപാടിയിൽ സയ്യിദ് അഹമ്മദുൽ ബുഖാരി ആണ്ട് നേർച്ചയും പരീക്ഷാർത്ഥികൾക്ക് പ്രത്യേക പ്രാർത്ഥനയും നടത്തും. ഖുർആൻ പാരായണം, സ്വലാത്തുന്നാരിയ, വിർദുൽ ലത്തീഫ്, ബുർദ പാരായണം, ജനാസ നിസ്കാരം, പ്രാർത്ഥന എന്നിവയ്ക്ക് പ്രമുഖർ നേതൃത്വം നൽകും. പരിപാടിക്കെത്തിച്ചേരുന്ന ആയിരങ്ങൾക്ക് അന്നദാനം വിതരണം ചെയ്യും. സയ്യിദ് ഹബീബ് കോയത്തങ്ങൾ ചെരക്കാപ്പറമ്പ്, പൂക്കോയത്തങ്ങൾ തലപ്പാറ, സയ്യിദ് മുഹമ്മദ് തുറാബ് അസ്സഖാഫി, സയ്യിദ് ഇസ്മായിൽ ബുഖാരി, സയ്യിദ് അബ്ദുള്ള ഹബീബ് റഹ്മാൻ ബുഖാരി, സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി, സയ്യിദ് സുഹേൽ അസ്സഖാഫ് മടക്കര, KP അബൂബക്കർ മുസ്ലിയാർ പട്ടുവം, PK അബൂബക്കർ മുസ്ലിയാർ നരിക്കോട്, പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി തുടങ്ങി പ്രമുഖ നേതാക്കൾ സംബന്ധിക്കും. കുറ്റാളൂർ ബദ്റുദ്ദുജ മീലാദ് സമ്മേളനവും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വാർഷിക മധുഹ് റസൂൽ പ്രഭാഷണവും നാളെ വേങ്ങര കുറ്റാളൂരിൽ നടക്കും. രാവിലെ സുബ്ഹി നിസ്കാരശേഷം കരിമ്പിലി ബദർ മസ്ജിദിൽ നടക്കുന്ന സയ്യിദ് അഹമ്മദുൽ ബുഖാരി അനുസ്മരണത്തിനും ബദർ മൌലിദിനും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. വൈകിട്ട് 4-ന് വേങ്ങര ടൌണിലേക്ക് ആയിരങ്ങൾ അണിനിരക്കുന്ന നബിദിന റാലി നടക്കും. 6:30-ന് ആസ്വാദന സംഗമവും 8 മണിക്ക് മീലാദ് സമ്മേളനവും നടക്കും. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി മധുഹ് റസൂൽ പ്രഭാഷണം നടത്തും.
സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി കടലുണ്ടി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, PKS തങ്ങൾ തലപ്പാറ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി മലേഷ്യ, ജഫർ തുറാബ് തങ്ങൾ, PKM സഖാഫി ഇരിങ്ങല്ലൂർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ചൌക്കി പെരിയടുക്ക ഇബ്നു അബ്ബാസ് ജുമാ മസ്ജിദിൽ മാസം തോറും നടത്തിവരുന്ന ആയിരങ്ങൾ സംബന്ധിക്കുന്ന ബദ്രിയ മജ്ലിസും ഹുബ്ബ് റസൂൽ സമ്മേളനവും നാളെ മഗ്‌രിബിന് ശേഷം നടക്കും. മഹല്ല് ഖത്തീബ് ഉസ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കാസർകോട് സോൺ SYS സെക്രട്ടറി സുലൈമാൻ സഖാഫി ഹുബ്ബ് റസൂൽ പ്രഭാഷണം നടത്തും. ബദ്രിയ മജ്ലിസിനും പ്രാർത്ഥനയ്ക്കും ഹാഫിള് സയ്യിദ് ഫഖറുദ്ദീൻ അൽ ഹദ്ദാദ് തങ്ങൾ നേതൃത്വം നൽകും. സിദ്ദീഖ് സായദി ബെജ്ജ, സയ്യിദ് സായദി കോട്ടക്കുന്ന്, മുസ്തഫ ഹനീഫി, അബ്ദുറസാഖ് ഹാജി അമീർ അലി ചൂരി, ബഷീർ ഹാജി പുത്തൂർ, അഡ്വക്കേറ്റ് അബൂബക്കർ ജാസൂർ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിക്കും. പ്രവാചക ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി അഗത്തി ദ്വീപിലെ മർക്കസ് താലീമി സുന്നി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹുബ്ബ് റസൂൽ സംഗമവും മർക്കസ് എക്സ്പോ മീലാദ് എക്സിബിഷനും 8, 9, 10 വെള്ളി, ശനി, ഞായർ തീയതികളിൽ അഗത്തി മർക്കസ് സ്വലാത്ത് നഗറിൽ നടക്കും. തിങ്കളാഴ്ച രാത്രി മൌലിദ്, സ്വലാത്ത്, ദുആ സംഗമം, അന്നദാനം, ഷാറു മുബാറക്ക്, പാനീയ വിതരണം എന്നിവ നടക്കും. സയ്യിദ് അഷ്ഫാഖ് അൽ ജീലാനി കവരത്തി ദ്വീപ് നേതൃത്വം നൽകും. KC അബ്ദുൽ ഖാദർ സഖാഫി മീലാദ് പ്രഭാഷണം നടത്തും. പ്രമുഖ പണ്ഡിതന്മാർ, സയ്യിദന്മാർ, നേതാക്കൾ സംബന്ധിക്കും. വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ 14 വയസ്സുകാരനായ ഷബീർ അലിയുടെ കണ്ണുകൾക്ക് അന്യമാണെങ്കിലും വരികൾ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാൻ അകക്കണ്ണിന്റെ കരുത്ത് തുണയായി. 18 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കി വിസ്മയമായിരിക്കുകയാണ് ഈ കൌമാര പ്രതിഭ. പോത്തനൂർ താഴത്തേലപ്പറമ്പിൽ ബഷീർ നദീറ ദമ്പതികളുടെ മകനാണ്. മലപ്പുറം മഅദിൻ ഹിഫ്ലുൽ ഖുർആൻ കോളേജിൽ നിന്നാണ് ഷബീർ അലി ഈ നേട്ടം കൈവരിച്ചത്. ഷബീർ അലിയെ നാളെ പോത്തനൂർ സെന്ററിൽ വെച്ച് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF സംഘടനകളുടെ നേതൃത്വത്തിൽ ആദരിക്കും. നരിപ്പറമ്പ് സി ഹൈദർ മൗലവിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ കുടുംബം നൽകുന്ന പുരസ്കാരം ഷബീർ അലിക്ക് സമ്മാനിക്കുമെന്ന് കോർഡിനേറ്റർ സിദ്ദീഖ് പോത്തനൂർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ദഅ്വാ സമ്മേളനം നാളെ മദീനത്തുന്നൂർ ഒരുങ്ങി. ഹബീബ് അലി ജിഫ്രി മുൽത്തഖയുടെ മുഖ്യാതിഥി. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്തരിച്ചു. നിര്യാണത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അനുശോചിച്ചു. മലപ്പുറം മഅദിൻ സ്വലാത്ത് നഗറിൽ ഇന്ന് റബീഅ് ആത്മീയ സംഗമം. സയ്യിദ് അഹമ്മദുൽ ബുഖാരി അവാർഡ് ഇന്ന് ചിത്താരി ഉസ്താദിന് സമ്മാനിക്കും. KCF ദുബായ് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇഷ്ക് റസൂൽ മീലാദ് കോൺഫറൻസ് നാളെ. മഹ്മൂദ് മുസ്ലിയാർ മുഖ്യാതിഥി. TP ചന്ദ്രശേഖരൻ വധക്കേസ് CBI അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ബാർക്കോഴ കേസ് മന്ത്രി ബാബുവിനെതിരായ ക്വിക്ക് വെരിഫിക്കേഷൻ ആരംഭിച്ചു. കേരള സർക്കാരിന്റെ അബ്കാരി നയത്തിന് സുപ്രീംകോടതിയുടെ വിമർശനം. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ഡിസംബറിൽ തുടങ്ങുമെന്ന് BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി. പത്താൻകോട്ട് ഭീകരാക്രമണം പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് AK ആന്റണി. കൂട്ടവധശിക്ഷയ്ക്ക് പ്രതികാരം, സൌദി ജയിലുകൾ തകർക്കുമെന്ന് IS ഭീഷണി. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.